സോ ഗൈസ്, ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ സ്ക്വാഡ്. പേടിക്കണ്ട, ഞാൻ ഇതുവരെ ഗെയിമിൽ പൈസ ചിലവാക്കിയിട്ടില്ല, പൈസ ചിലവാക്കാനും പോണില്ല. ഓക്കെ, നമ്മൾ വീഡിയോ ഒന്ന് തെന്നി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ല ഇനിയില്ല. ഓക്കെ, നേരത്തെ കാണിച്ച എൻ്റെ സ്ക്വാഡിനെ ഞാൻ ഒരു ചാമ്പ്യൻസ് ലീഗ് സ്ക്വാഡാക്കി മാറ്റാൻ പോവുകയാണ്. അതായത് ചാമ്പ്യൻസ് ലീഗ് കാർഡ് മാത്രമുള്ള ഒരു സ്ക്വാഡ്. കണ്ടിട്ട് ഒരു മെന ഇല്ലെങ്കിലും കൊള്ളാം. ഞാൻ UCL പ്ലേയേഴ്സിൻ്റെ കൂടെ എൻ്റെ മെയിൻ സ്ക്വാഡിൽ കിടക്കുന്ന പ്ലേയേഴ്സിനെ കൂടെ സബ്ബാക്കി നിർത്തിയിട്ടുണ്ട്. പറയാൻ പറ്റൂലല്ലോ, ആ സമയമാണ്. ഓക്കെ, ഞാൻ വീഡിയോ എടുത്തപ്പോഴാണ് ശ്രദ്ധിച്ചത് എൻ്റെ 3000 ജെമ്മുണ്ട്. ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പാക്ക് ഉറക്കാതിരിക്കാൻ പറ്റൂലല്ലോ. ഏത് അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റോറിലെ ഏറ്റവും ചെറിയ പാക്ക് നമ്മൾ തുറക്കാം. ഓക്കെ ഗൈസ്, ഐശ്വര്യമായിട്ട് തുറന്നിരിക്കുകയാണ്. ഇന്നലെ വഴി വരുന്നത്. ഓക്കെ ഗൈസ്, എൻ്റെ അധ്വാനത്തിൻ്റെ ഫലമായിട്ട് ഞാൻ തുറന്ന പാക്ക് ഓപ്പൺ ആയിട്ടുണ്ട്. നോക്കണ്ട, ഒരു തീറൊന്നും കിട്ടിയില്ല. ഓക്കെ, ആ പ്ലെയറിനെ കൊണ്ട് അടുത്ത ഒറ്റകൈ പ്രയോഗമായ എക്സ്ചേഞ്ചിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഓക്കെ, പാക്ക് തുറന്നിട്ടുണ്ട്. വീണ്ടും അവനാ. ഞാൻ നിർത്താൻ പോണേ. മതിയായി. നിങ്ങൾ വിചാരിച്ച് ഞാൻ നിർത്താൻ പോണെന്നല്ലേ? സത്യം തന്നെ, ഞാൻ നിർത്താൻ പോകും. ഓക്കെ, അപ്പോൾ നമ്മളെ ഫസ്റ്റ് മാച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ മെയിൻ സ്ക്വാഡിനേക്കാളും നല്ല സ്ക്വാഡാണ് അവനുള്ളത്. കളി ഇങ്ങനെ ബോറടിച്ചിരിക്കുന്ന സമയത്താണ് ബ്രാഹിമിൻ്റെ ഒരു പാസ് ജോസേലിന് എത്തുന്നത്. അതിനുശേഷം ഹാളൻഡിൻ്റെ ഒരു ത്രൂ ബോളിൽ ജോസേലി കൊണ്ടു കയറുന്നു. അങ്ങനെ നമ്മളെ ജോസേലി 2 ഡിഫൻഡറിനെ ഓടിച്ച് മടക്കി ഒരു പാസ് ഇട്ട് കൊടുത്ത് ഹാളൻഡിലോട്ട്. പിന്നെ പറയണ്ടല്ലേ. അങ്ങനെ ഹാളൻഡിൻ്റെ ആ ഒരു ഗോളുമായിട്ട് നമ്മൾ ലീഡ് പിടിച്ച് നിൽക്കുകയാണ്. ഓക്കെ, ഓപ്പണൻ്റ് മെസ്സിയും കൊണ്ട് കളിച്ചപ്പോൾ അവന്മാരറിഞ്ഞില്ല ഒരു വലിയൊരു അറ്റാക്കാണ് വരാതിരിക്കുന്നതെന്ന്. നമ്മൾ ബ്രാഹിമിൽ നിന്ന് ജോസേലിലോട്ട് ഒരു ത്രൂ ബോൾ കൊടുത്തു, പിന്നെ ഹാളൻഡിലോട്ട് എത്തി, പിന്നെ നേരെ ബ്രാഹിമിലോട്ട്, പിന്നെ നമ്മളൊരു ടച്ച് പാസ് കൊടുത്തു. അത് നേരെ എൻമെച്ചയിലോട്ടാണ് പോയത്. പിന്നെ എൻമെച്ച അങ്ങനെ വീക്ക് ഫുട്ട് കൊണ്ട് അത് ഫിനിഷ് ചെയ്തു. ഇപ്പോൾ നമ്മൾ 2 ഗോൾ ഡിഫറൻസിൽ ലീഡിലാണ്. പിന്നെ നമ്മളെ ഓപ്പണിംഗ് സ്ക്വാഡിലുള്ള ഡീനറ്റാലെ ഒരു ഷോട്ട് എടുത്ത് ലൂണിൻ്റെ ഒരു മാരക സേവിൽ അതിന് രക്ഷപ്പെട്ടു. ഓക്കെ, അവന്മാരെ കോർണർ നമ്മൾ ക്ലിയർ ചെയ്ത് റോഡ്രിഗോയിൽ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു അറ്റാക്ക് നടക്കുമെന്ന് വിചാരിച്ചു, പക്ഷേ റഫറി ഹാഫ് ടൈം വിളിച്ചു. EA സ്പോർട്സിൻ്റെ ഓരോ കാര്യങ്ങളെ. അങ്ങനെ സെക്കൻഡ് ഹാഫിലാവും മെസ്സിയും കൊണ്ട് കയറി ഒരു ഷോട്ട് എടുത്ത് ലൂണിൻ്റെ ഒരു മാരക സേവ്. അങ്ങനെ അറ്റാക്ക് കഴിഞ്ഞു എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ജാവോ കൺസലേര ഒരു ഷോട്ട് ലൂണിൻ്റെ പടക്ക് സേവിൽ അത് കോർണറായിട്ട് പോവുകയാണ്. അങ്ങനെ അവനൊരു അറ്റാക്ക് കിട്ടി, നമ്മൾ ബ്ലോക്ക് ചെയ്തു. അത് ലൂണി പിടിക്കാൻ വന്നപ്പോഴാണ് ഈ സംഭവം. അത് പോട്ടെ നോക്കി, അവൻ്റെ സെലിബ്രേഷനെയാണ് എനിക്ക് ഒട്ടും കണ്ടുകൂടാത്തത്. ഇത് എന്തോന്നത്? അങ്ങനെ അവൻ്റെ ഡാൻസ് കളിയോടെ നമ്മളാ ഗെയിം തീർന്നിട്ടുണ്ട്. നമ്മൾ 2-1 ജയിച്ചു. താങ്ക്സ്. അപ്പോൾ ഇനി ഏകദേശം ഒരു മാച്ചും കൂടെ കളിച്ചാൽ നമുക്ക് ലെജൻഡറി 1-ലോട്ടെത്താം. ഇനി അവിടെ നിന്ന് പുഷ് ചെയ്ത് വേണം നമുക്കിനി FC ചാമ്പ്യൻ അടിക്കാം. ഓക്കെ, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എനിക്കറിയാം ഇന്ന് ഒരു മാച്ചേ കളിച്ചുള്ളൂ. ഇനി ഒരു മാച്ചും കൂടെ കളിച്ച് ഈ ഫോണിൽ റെക്കോർഡ് ചെയ്താൽ ചിലപ്പോൾ കത്തി എൻ്റെ വാക്കാത്തിരിക്കും. അതുകൊണ്ട് ഗുഡ് നൈറ്റ്.